ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും അറിയാമല്ലോ, ഇന്ന് ഉത്രാടമായിരുന്നു. നിങ്ങൾ ഉത്രാടം അടിച്ചു പൊളിച്ചോ? നിങ്ങൾ വീട്ടിൽ ഓണസദ്യയൊക്കെ ഉണ്ടാക്കിയോ ഉത്രാടത്തിന്? നമ്മൾക്കിന്ന് ഉത്രാടത്തിന് ബ്രിസ്റ്റോൾ മലയാളി അസോസിയേഷൻ്റെ ഓണ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ ഓണ പ്രോഗ്രാം കുറേ ദിവസങ്ങളായിട്ട് ഇവർ പ്ലാൻ ചെയ്യുന്നൊരു ഓണ പ്രോഗ്രാമാണ്. എനിക്കിന്നൊരു 3-4 മാസം എടുത്തിട്ടുണ്ടാവും ഇതിൻ്റെ പുറകിൽ ഇവർ എഫേർട്ട് ഇട്ടിട്ട്. നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നമുക്ക് ഫാമിലിക്ക് 50 പൗണ്ട്സ്, നമ്മൾ ഫാമിലിക്ക് 50 പൗണ്ട്സ് കൊടുത്താണ് ഈ ടിക്കറ്റ് പർച്ചേസ് ചെയ്തത്. പക്ഷേ വർത്തായിരുന്നു. ടീം മെമ്പേഴ്സ് നല്ല എഫേർട്ട് ഇട്ടാണ് ഈ പ്രോഗ്രാം ചെയ്തത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റേജ് നമുക്ക് അവർ ഒരുക്കി തന്നു. അതുകൂടാഞ്ഞിട്ട് നമുക്ക് ഇരിക്കാനും നല്ല സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും പറയണ്ട കേട്ടോ, നല്ല അടിപൊളി സദ്യയും നല്ല സ്നാക്സും കപ്പയും ചമ്മന്തിയും ചൂട് ചായയൊക്കെയാണ് നമുക്ക് ഈവനിങ്ങിന് കിട്ടിയത്. അപ്പോൾ ഈ ഓണസദ്യയൊക്കെ കഴിച്ച് ഈവനിങ്ങിൽ നമ്മൾ ഈ സ്നാക്സൊക്കെ കഴിച്ച് ഇങ്ങനെ കൾച്ചറൽ പ്രോഗ്രാം ഏകദേശം 2:30 ആയപ്പോഴത്തേനാണ് ഈ കൾച്ചറൽ പ്രോഗ്രാം തുടങ്ങിയത് ഇൻ ദി ആഫ്റ്റർനൂൺ. അത് ഒരു രാത്രി 8-9 മണി വരെ ഈ കൾച്ചറൽ പ്രോഗ്രാം ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. അതിൽ കുറേ കൾച്ചറൽ പ്രോഗ്രാംസും നമ്മുടെ നല്ല സിംഗേഴ്സ്, നല്ല പാട്ടുകളും വയലിൻ പെർഫോമൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് സ്റ്റേജ് നല്ല കളർഫുള്ളും കിഡിലനുമായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. നമ്മുടെ ഒരു ഡേ എങ്ങനെ പോയി എന്നറിയില്ല കേട്ടോ. രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ എൻജോയ് ചെയ്തു ഈ പ്രോഗ്രാം. ഇത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ ഈ BMAയുടെ മെമ്പേഴ്സ് ഉണ്ടല്ലോ, അത് നല്ലതായിട്ട് എഫേർട്ട് എടുത്ത ഒരു പ്രോഗ്രാമാണെന്ന് നമ്മൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിനവർക്ക് പ്രത്യേക ഒരു അഭിനന്ദനം കൊടുത്തേ മതിയാവുള്ളൂ. ഇത് മാത്രമല്ല, അവരുടെ സ്വന്തമായിട്ട് ടീം ഉണ്ടാക്കി അവർ ചെണ്ടമേളം പഠിച്ച് ചെണ്ടമേളം അവതരിപ്പിക്കുകയും ചെയ്തു. അതും നല്ലതായിരുന്നു. അപ്പോൾ ഈ ഓണത്തിന് ഇത്രയേ ഉള്ളൂ വിശേഷം. ടാറ്റ.